പേര് സഞ്ജു റോജി. ഞങ്ങൾ കുടുംബമായിട്ട് കുവൈറ്റിലാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ഞാനിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. അതുമൂലം എൻ്റെ കുടുംബം കൂടുതൽ വിശ്വാസത്തിൽ, മാതാവിനുള്ള വിശ്വാസത്തിൽ കൂടുതലായി വളർന്നു. 2022 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഈ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എൻ്റെ അമ്മയും ചേച്ചിയും ഒക്കെ വർഷങ്ങളായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ഓർക്കും, ദൈവമേ എനിക്ക് എടുക്കേണ്ടതായിട്ടുള്ള കാര്യമൊന്നും വന്നിട്ടില്ലല്ലോ എന്നങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ഞാൻ എടുത്തില്ലായിരുന്നു ആ സമയത്ത് ഇവർ പറഞ്ഞിട്ടും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന കമ്പനിയിൽ നല്ല സ്ട്രെസ്സായിരുന്നു. അപ്പം ജോലി അത് റിസൈൻ ചെയ്തിട്ട് ഒരു ബിസിനസ്സിൽ ഒരു പാർട്ട്ണറായിട്ട് ഹസ്ബൻഡ് കയറി. പക്ഷേ ആ ബിസിനസ്സിൽ ഒരാഴ്ച പോലും ഹസ്ബൻഡ് നിന്നില്ല. അതിൽ പുള്ളിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് വീണ്ടും ജോലിക്ക് വേണ്ടി അന്വേഷിച്ചിട്ടൊന്നും ശരിയായില്ല. അപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ഹസ്ബൻഡ് കുറേ ഇൻ്റർവ്യൂവിന് പോയി. എല്ലാ റിട്ടേൺ ഇൻ്റർവ്യൂവും ഹസ്ബൻഡ് പാസ്സാകും. എന്നാൽ ഒരിടത്ത് ചെന്നപ്പോൾ അറബിക് മാനേജറുമായിട്ട് സംസാരിച്ച് ഓറൽ ഇൻ്റർവ്യൂ വരുമ്പം അത് ഫെയിലാകും. പിന്നീട് ലാസ്റ്റ് ഇനി ഒരു കമ്പനിയിലൂടെ പോകാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയി ഇൻ്റർവ്യൂ പാസ്സായി. അന്ന് ഉച്ച കഴിഞ്ഞ് ഹസ്ബൻഡിനെ ഓറൽ ഇൻ്റർവ്യൂവിന് വിളിക്കുമെന്ന് പറഞ്ഞു. 3 മണിയായിട്ടും വിളിയൊന്നും വന്നില്ല. ഞാൻ പറഞ്ഞു, പേടിക്കണ്ട, നമ്മുടെ മാതാവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ഞാൻ യൂട്യൂബിലെ ധ്യാനം സ്ഥിരമായിട്ട് കൂടും, പള്ളിയിൽ പോവും, കുമ്പസാരിക്കും, എല്ലാ കാര്യങ്ങളും നല്ല തീവ്രതയോടെ ചെയ്തുകൊണ്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തതാണ്. അപ്പോൾ അന്ന് ഞങ്ങൾ തിരിച്ചു വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, അറബിക് മാനേജർ ഇന്ന് വരില്ല, പക്ഷേ ഒരു കാര്യമുണ്ട്, പുള്ളി പറഞ്ഞു നിന്നെ അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്നു, നാളെ തന്നെ വന്ന് ജോയിൻ ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡിന് ജോലി കിട്ടി. പിറ്റേ ദിവസം മുതൽ പോകാൻ തുടങ്ങി. അതിനു മുമ്പ് 2021 എൻ്റെ മോൾക്ക് തല കറങ്ങി ബാത്ടബിൽ തലയിടിച്ച് കുഞ്ഞിന് കൺവൾഷൻ ഉണ്ടായി. ഞാനപ്പോൾ ഡ്യൂട്ടിയിലായിരുന്നു. ഹസ്ബൻഡ് കൊണ്ടുവന്നു അങ്ങോട്ട്. അവിടെ വന്ന് ഞങ്ങൾ CT സ്കാൻ എടുത്തപ്പോൾ അതിനകത്ത് ചെറിയൊരു സിസ്റ്റ് കാണിച്ചു ബ്രെയിനിൽ. പക്ഷേ അത് പേടിക്കാനുള്ളതല്ല എന്ന് ഡോക്ടർ പറഞ്ഞു. എന്നാൽ EEG എടുത്തപ്പോൾ കൊച്ചിന് എപ്പിലെപ്സി ആണ് എന്ന് എഴുതി വന്നു. അത് കഴിഞ്ഞ് അത് തന്നെത്താനെ മാറിക്കോളും, അത് പേടിക്കേണ്ട തരത്തിലുള്ള എപ്പിലെപ്സി അല്ല എന്ന് ന്യൂറോ ഡോക്ടർ പറഞ്ഞു. അത് പിന്നെ ഞാൻ അത് മൈൻഡ് ചെയ്തില്ല. പിന്നെ ഞാൻ വേറൊരാളും കാണിച്ചുമില്ല. പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് തലകറക്കം വരുമായിരുന്നു, ഞാൻ അത്ര കാര്യമാക്കിയില്ല. അപ്പോൾ ഈ ഓൺലൈൻ ഉടമ്പടി എടുത്ത കൂട്ടത്തിൽ ഞാൻ എഴുതിയിരുന്നു, രണ്ടാമത്തെ കാര്യമായിട്ട് എൻ്റെ മോൾക്ക് ഇനി ഒരിക്കലും തലകറക്കം വരരുതേ എന്ന്. എന്നാൽ അത് എഴുതി 2ാമത്തെ ആഴ്ച ഹസ്ബൻഡിന് ജോലി കിട്ടിക്കഴിഞ്ഞ് പിറ്റേ ആഴ്ച ഞങ്ങൾ പള്ളിയിൽ കുർബാനയും കൂടി മാതാവിൻ്റെ നൊവേന കൂടിക്കൊണ്ടിരുന്ന സമയത്ത് മോള് ഫ്രണ്ടിലുണ്ടായിരുന്നു. ആരോ വീഴുന്ന പോലെ തോന്നി. ഞാൻ ഫ്രണ്ടിൽ ചെന്ന് നോക്കിയപ്പോൾ മോള് തലകറങ്ങി വീണ് കൺവൾഷൻ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മോളെ എടുത്തുകൊണ്ട് ഞങ്ങൾ വേഗം ഹോസ്പിറ്റലിൽ പോയി. പക്ഷേ ഞാൻ പതറിയില്ല. എനിക്ക് തോന്നി എൻ്റെ മാതാവ് എൻ്റെ കുഞ്ഞിനെ അങ്ങനെ എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് വീണ്ടും വന്നതാണ്, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ന്യൂറോ ഡോക്ടേഴ്സ് കണ്ടു. അവർ പറഞ്ഞു, ഇപ്പം നമ്മൾക്ക് മരുന്നൊന്നും സ്റ്റാർട്ട് ചെയ്യണ്ട, നെക്സ്റ്റ് വീക്ക് വന്നൊരു MRI ചെയ്യാൻ പറഞ്ഞു, EEG റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടമ്പടിയിലായിരുന്നു. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീക്ക് അവിടെ ചെന്നു. അപ്പോൾ ഞാൻ ആ അഡ്മിറ്റ് ചെയ്ത വാർഡിൽ ഇവിടെ പണ്ട് പ്രേക്ഷിത വേല ചെയ്തിരുന്ന ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ആ സിസ്റ്ററിൻ്റെ കയ്യിലിരുന്ന കൊന്ത എൻ്റെ തന്നു. അപ്പം ഞാൻ ഇവിടുത്തെ 5:30 എന്ന് പറയുന്ന അവിടെ 3 മണിക്ക് ഞാൻ എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും. അന്ന് ചൊവ്വാഴ്ചയായിരുന്നു MRI ഉള്ള ദിവസം. MRIക്ക് വേണ്ടിയിട്ട് കുഞ്ഞിന് അന്ന് 7 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവരെ സെഡേറ്റ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. സെഡേറ്റ് ചെയ്ത് അവർ വെന്റിലേറ്ററിൽ കയറ്റി അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് താല്പര്യം, എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എൻ്റെ കുഞ്ഞിനെ അങ്ങനെ കാണാൻ. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, കൊന്തയും കൊണ്ട് ചേച്ചി പൊക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തൈലം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. തൈലം കൊച്ചിൻ്റെ നെറ്റിയിൽ പുരട്ടി ഞങ്ങൾ MRIക്ക് വേണ്ടി ചെന്നു. അവിടെ ചെന്നപ്പോൾ അനസ്തെറ്റിസ്റ്റും കുറേ പേര് ഞങ്ങൾക്ക് റെക്കമെൻഡ് പോലും അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ കസിൻ അവിടെ വർക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ടീം എല്ലാവരും വന്നു. അപ്പോൾ എനിക്ക് കാണാം അവിടെ ഇഞ്ചക്ഷൻ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊച്ചിനെ സെഡേറ്റ് ചെയ്ത് മയക്കിയിട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, സിസ്റ്ററെ ഒരു കാര്യം ചെയ്യാമോ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം സെഡേഷൻ ഇല്ലാതെ. അപ്പം എനിക്ക് എന്തെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് മനസ്സിൽ ഭയങ്കര പേടിയുള്ള കാര്യമായിരുന്നു. അവർ കൊച്ചിനെയും കൊണ്ട് പോയി. അവരകത്ത് ആരും കയറ്റാത്തതാണ്. എന്നെ അകത്ത് കയറ്റി സെഡേഷൻ ഇല്ലാതെ എൻ്റെ കുഞ്ഞിന് MRI ചെയ്തു. MRI റിപ്പോർട്ട് വന്നു. പണ്ടത്തെ പോലെ തന്നെ ചെറിയൊരു സിസ്റ്റം ഉണ്ട്, പക്ഷേ അതിൻ്റെ സൈസ് തീരെ ചെറുതാണ്. ന്യൂറോ സർജനെ കാണിച്ചപ്പോൾ പറഞ്ഞു, അതുമൂലം ഒന്നും സംഭവിക്കാനില്ല, അത് നിങ്ങൾ മൈൻഡ് ചെയ്യുക വേണ്ട. പിന്നെ EEG റിപ്പീറ്റ് ചെയ്തപ്പോൾ പണ്ടുണ്ടായിരുന്ന എപ്പിലെപ്സിയുടെ ഒരു ചേഞ്ചസ് പോലും എൻ്റെ കുഞ്ഞിന് ആ റിപ്പോർട്ടിലില്ല. അത് പിന്നെ ഈ 2.5 വർഷമായിട്ട് എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവും വന്നിട്ടില്ല. എൻ്റെ മാതാവ് എൻ്റെ മകളെ തൊട്ട് സുഖപ്പെടുത്തിയാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. എൻ്റെ മാതാവ് പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങളവിടെ പാവപ്പെട്ടവരെ സഹായിക്കും, നാട്ടിലുള്ള രോഗികൾക്കൊക്കെ പൈസ അയച്ചു കൊടുക്കും. പിന്നെ ഞാൻ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ വരുന്ന രോഗികളോട്
സ്ത്രീകളെല്ലാം നല്ല സൗമ്യതയോടെ സേവനം ചെയ്യും. പിന്നെ കൂടെ വർക്ക് ചെയ്യുന്ന കുറേ ക്ലീനേഴ്സും അവർക്കൊക്കെ ഞാൻ മാസത്തിൽ പൈസ കൊടുക്കാറുണ്ട്. പിന്നെ വണ്ടിയിൽ ഡ്യൂട്ടിക്ക് പോകുന്ന വണ്ടിയിൽ മാതാവിനെക്കുറിച്ചും കൊച്ചിന് കിട്ടിയ സൗഖ്യത്തെക്കുറിച്ചും എല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ഡ്യൂട്ടിയിലുള്ള എല്ലാവരോടും കൃപാസനം മാതാവിൻ്റെ കാര്യം പറയും, ഉടമ്പടി എടുക്കുന്ന കാര്യങ്ങൾ പറയും. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന് അനുഗ്രഹിച്ച എൻ്റെ മാതാവിന് 1000 നന്ദി പറയുന്നു. 57-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു: ദൈവമേ, അങ്ങ് ആകാശത്തിന്മേൽ ഉയർന്നു നിൽക്കണമേ, അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ. സ്നേഹം നിറഞ്ഞവരെ, ഉടമ്പടിയിലൂടെ അത്യുന്നതനായ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിലെങ്ങും നിറയപ്പെടുവാനായിട്ട് ഓരോ വ്യക്തികളും പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ ആയിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് നമുക്ക് ഉത്തരം അരുളുന്നുവെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആ ദൈവികമായിട്ടുള്ള വലിയ കടാക്ഷത്തെ, ദൈവികമായിട്ടുള്ള വലിയ കൃപയെ അനുദിനവും ഓർത്തുകൊണ്ട് നമ്മളുടെ പ്രാർത്ഥനകളിൽ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുന്നു. നമ്മളോട് ഉടമ്പടി സാക്ഷ്യം പറയുന്നത് സഞ്ജു എന്ന സഹോദരിയാണ്. ഈ സഹോദരിയും തൻ്റെ സാക്ഷ്യത്തിൽ നമ്മളോട് പങ്കുവയ്ക്കുകയാണ് തൻ്റെ ജീവിതത്തിൽ തൻ്റെ കുടുംബത്തിൻ്റെ